അബിഗേൽ സിസ്റ്ററിനെ മെസ്സേജിനായിട്ട് നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം. പ്രൈസ് ലോർഡ്. നാമം മോശപ്പെടട്ടെ. God to thee, nearer my God to thee, nearer to thee, and thou wilt be a cross that raiseth me, till all my song shall be nearer to thee. Thou like a wanderer, the sun gone down, darkness be over me, mine is dawn. Yet in my dreams I'll be nearer, my God, to thee, nearer, my God, to thee, nearer to thee. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിച്ചെന്നാളുമേ, എൻ ഗീതമെന്നുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, ഞാൻ ചേരട്ടെ. ആമേൻ. സ്തോത്രം. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ, വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തൻ ജോഷി പാസ്റ്റർ കുടുംബം, സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാർ, കുടുംബങ്ങൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാരംഭമായി ഞാൻ എന്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഞാൻ നിങ്ങളുടെ മുൻപിൽ ദൈവം തന്ന ഒരു വാക്യം വായിച്ചുകൊണ്ട് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ വാക്കുകളെ വേഗത്തിൽ ഉപസംഹരിച്ചുകൊണ്ട് എൻ്റെ സ്ഥാനത്ത് നിന്ന് ഇരുന്നു കൊള്ളുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ അധ്യായം, യെശയ്യാ പ്രവാചകൻ 55-ാം അധ്യായം, 55-ന്റെ 10-ാം വാക്യം. യെശയ്യാ പ്രവചനം 55-ന്റെ 10. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ട് മാറിപ്പോകയില്ല എന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്, ആര് മാറിയാലും മാറാത്ത ദൈവം, ആര് തകർത്താലും തകർക്കാൻ സാധിക്കാത്ത ദൈവത്തിന്റെ കരമാണ് നമ്മോട് കൂടെയുള്ളത്. ആ ദൈവത്തിന്റെ കരത്തിന് കീഴിലാണ് നാം ആയിരിക്കുന്നത്. നമ്മെ തകർക്കുവാൻ എത്ര പ്രതികൂലങ്ങൾ മുൻപിൽ വന്നാലും ആ തകർച്ചയ്ക്ക് മുൻപിലെല്ലാം ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ നമ്മളെ ദയയായി, കരുണയായി കൂടെയിരുന്ന് നമ്മെ പരിപാലിച്ച് അനർത്ഥങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ചു കൊണ്ടിരിക്കുന്ന ആ വലിയ ദൈവത്തിന്റെ കരം ഓർത്ത് നാം ദൈവത്തെ നന്ദിയോട് എപ്പോഴും സ്തുതിച്ചുകൊണ്ട്, സ്തോത്രത്തിലും ജാഗരിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിലായിരിക്കുക. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വെറുതെ ഇരുന്ന നോക്കുകുത്തികളായി ഇരിക്കുവാനല്ല, ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ഏറ്റവും അത്യാവശ്യകരമായ ഒന്നാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ മാത്രമേ വചനം വെളിപ്പെടുകയുള്ളൂ. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കണം എന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു.
വാഗ്ദത്തം ചെയ്ത ദൈവം മാറാത്തവനാണ്. വാക്ക് പറഞ്ഞ മനുഷ്യൻ മാറിപ്പോകും. വാക്ക് പറഞ്ഞ് അവൻ ഇന്ന കാര്യം നിങ്ങൾക്ക് നേടിത്തരാം, നിങ്ങൾക്ക് സാധിച്ചു തരാമെന്ന് നിങ്ങളോട് പറയും. പക്ഷെ സമയമാകുമ്പോൾ അവൻ മാറിപ്പോകും. പക്ഷെ വാക്ക് പറഞ്ഞ് വാഗ്ദത്തം ചെയ്തവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും മാറിപ്പോകാത്ത ദൈവമായി ഇന്ന് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ എത്രയോ സാഹചര്യങ്ങളിൽ നമ്മെ കൂടെ ഇരുന്ന് കാത്തു സൂക്ഷിച്ച ദൈവം നമ്മുടെ അനർത്ഥങ്ങളിൽ നാം തന്നെ സ്തോത്രം സൂയിസൈഡ് ചെയ്യുവാനും സകലവിധ ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ വന്ന് അടുത്ത് നിൽക്കുമ്പോഴും എല്ലാം നമ്മുടെ ദൈവം നമ്മ കൂടെ ഇരുന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവകരം ഒന്ന് മാത്രമാണ്. ദൈവത്തിന്റെ കൃപ ഇല്ല എങ്കിൽ നമുക്ക് നിലനിൽപ്പാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ മുൻപിൽ നാം നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്, ദൈവത്തിന്റെ കരുണ ആവശ്യമാണ്. ദൈവം നമ്മെ താങ്ങണമെങ്കിൽ ദൈവത്തിന്റെ പ്രാർത്ഥനയിൽ നാം ഉച്ചരിക്കണം. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ ദൈവത്തിന്റെ കൽപ്പനയിൽ നാം ആയിരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ കൃപ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. ആ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയും. എത്ര പ്രതികൂലമായ സ്തോത്രം ശത്രുക്കൾ മുൻപിൽ നമുക്ക് നേരെ വന്നാൽ പോലും നാം അതിനെ അതിതരണം ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ്. നാം ഏതെങ്കിലും തെറ്റുകളിൽ അകപ്പെട്ടു പോയാൽ അതിൽ നിന്ന് നമുക്ക് എണീറ്റ് നിൽക്കുവാൻ ദൈവമാണ് നമ്മെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാണ്. നമ്മെ കൊണ്ട് ഒന്നും സാധ്യമല്ല, നമ്മെ കൊണ്ട് ഒന്നും സാധിക്കുകയില്ല. നാം എത്ര റോയൽ ഫാമിലിയിൽ ഉള്ളവരായാലും, നാം എത്ര വലിയ സാഹചര്യത്തിൽ ആയവരായാലും, നാം ദൈവത്തിന്റെ കൃപ ഇല്ല എങ്കിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ് നമ്മെ മുൻപോട്ട് നയിക്കുവാൻ, നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിന്റെ കൃപയില്ലാതെ സാത്താൻ നമ്മെ ഏത് വിധേനെങ്കിലും തകർത്ത് കളയുവാൻ, നമ്മുടെ കൃപയിൽ നിൽക്കുവാൻ കഴിയാതവണ്ണം നമ്മെ അകറ്റിക്കളയുവാൻ ശ്രമിക്കുമ്പോഴൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് നമ്മെ ആശ്വസിപ്പിച്ചുകൊണ്ട് മകളെ, മകനെ, ദാസനെ, ദാസിയെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മെ താങ്ങുന്ന കർത്താവിന്റെ കരമാണ് ഇന്ന് നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ആയിരിക്കുമ്പോൾ തന്നെ വലിയൊരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. ഈ ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ആ ദൈവ സാന്നിധ്യം പൂർണ്ണമായി അനുഭവിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരം നിങ്ങളോട് ഇരിക്കട്ടെ, ദൈവത്തിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ സ്തോത്രം ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുക, ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുക. ദൈവം നിങ്ങളെ വിട്ട് അകന്നു പോകുകയില്ല. നിങ്ങളെ ദൈവം തള്ളിക്കളയുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവൻ നിങ്ങളെ കൈവിടുകയുമില്ല, അവൻ നിങ്ങളെ ഉപേക്ഷിക്കുകയുമില്ല. നിങ്ങളെ തള്ളാത്ത ദൈവം നിങ്ങളെ സ്തോത്രം ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അകറ്റിക്കളയാതെ സ്തോത്രം പിടിച്ചു നിർത്തുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. മനുഷ്യൻ നിങ്ങൾക്ക് പല വാക്കുകളും വാഗ്ദാനങ്ങളും സ്തോത്രം തന്നെന്ന് വെക്കാം, പക്ഷേ എങ്കിലോ നിങ്ങൾക്ക് അതിലൊന്നും ഉറച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അത് അല്പനേരത്തേക്കുള്ളൂ, അത് ക്ഷണനേരത്തേക്കുള്ളൂ. ആ വാക്കുകളൊക്കെ മാറിപ്പോകും. മനുഷ്യന്റെ വാക്ക് സ്തോത്രം വെറും വേസ്റ്റ് ആണ്. നാം ദൈവത്തിന്റെ അംബാസഡേഴ്സ് ആണ്. ആ അംബാസഡേഴ്സിനെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല. ശത്രുവിന്റെ മുൻപിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ശത്രു നമ്മെ തകർത്ത് കളയുവാൻ വരുന്ന ഓരോ സ്ഥാനത്തിലും നീ ഏത് പ്രതികൂലങ്ങളൊക്കെ അനുഭവിക്കുന്നു, നീ ഇപ്പോൾ തകർച്ചയാണോ അനുഭവിക്കുന്നത്, സ്തോത്രം ദൈവം നിന്നെ താങ്ങും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. കർത്താവ് ഈ വചനം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കുക. നാം കർത്താവിനോട് എത്ര ദൂരം പറ്റിയിരിക്കുന്നു അത്ര ദൂരം കർത്താവിന്റെ കൃപ നമ്മോട് വെളിപ്പെട്ടുകൊണ്ടിരിക്കും, കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കും, അവന്റെ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കും, കർത്താവിന്റെ കരുണ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ തലമുറകളെ തകർത്തു കളയുവാൻ, നമ്മുടെ നന്മകളെ തകർത്തു കളയുവാൻ, നമ്മുടെ യാത്രയിൽ തന്നെ തകർത്തു കളയുവാൻ എത്രയോ സമയങ്ങളിൽ പൈശാചികനും മനുഷ്യനും സ്തോത്രം പദ്ധതികൾ ഇട്ട സമയങ്ങളിലെല്ലാം എന്റെ ദൈവത്തിന്റെ കരമാണ് നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിച്ചത്, നമ്മെ ഓരോരുത്തരെയും താങ്ങിയത്. കർത്താവിന്റെ ദയയില്ല എങ്കിൽ നമുക്ക് ഈ ലോകത്ത് ഒന്നുമില്ല, ഒന്നും ശേഷിക്കയില്ല. കർത്താവിന്റെ കൃപ ഒന്ന് മാത്രമാണ് നമ്മെ ഇന്നേ വരെ നിലനിർത്തിയിരിക്കുന്നത്. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ തകർത്ത് കളയുവാൻ, സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കുവാൻ സ്തോത്രം ദൈവത്തിന് പദ്ധതിയുണ്ട്. അഭിഷേകത്തിനെ തകർത്ത് കളയുവാൻ ശത്രു പദ്ധതി ഇട്ടപ്പോൾ ആ പദ്ധതിക്ക് എതിരായി എന്റെ ദൈവം അനുകൂലമായി എണീറ്റു. ശത്രുവിന് എതിരായി ദൈവത്തിന്റെ അനുകൂലം അവിടെ വെളിപ്പെട്ടു, കർത്താവിന്റെ കൃപ വെളിപ്പെട്ടതിന് കാരണം ദാനിയേലിന് ആ മുട്ടുകുത്തി 3 നേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് വെളിപ്പെട്ട ദൈവത്തിന്റെ കരം നിങ്ങളോടും കൂടെ. വിശ്വസിക്കാമോ? ഉറച്ചു വിശ്വസിക്ക്. കർത്താവിന്റെ കൃപയിൽ നിലനിൽക്ക്. നാം തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്.
ഭ്രമിക്കരുത്, ഭയപ്പെടരുത്. നാം തളർന്നു പോകാതെ ഓടുമെങ്കിൽ ദൈവം നമ്മെ കർത്താവിന്റെ കൃപയാൽ, കർത്താവിന്റെ കരുണയാൽ താങ്ങിക്കൊള്ളും. ഓ സ്തോത്രം, സ്തോത്രം. എസ്തറിനെ വിടുവിച്ച ദൈവം, ഓ ഹലെ, മൊർദെഖായിയും ഒരു കൂട്ടം ജനതയെയും ഹാമാന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചുവെങ്കിൽ നിങ്ങളെയും വിടുവിക്കുവാൻ ശക്തനാണ്, എന്നെയും വിടുവിക്കുവാൻ ശക്തൻ. അവൻ പദ്ധതിയിട്ട പദ്ധതിയിലാണോ? ഓ സ്തോത്രം. ഓ ദൈവദാസിക്കും ദൈവദാസന്മാർക്കും കുഞ്ഞുങ്ങൾക്കും മക്കൾക്കും വിരോധമായി, ഓ സ്തോത്രം, അവൻ ഇട്ട പദ്ധതിയെ ദൈവം തകർത്തുകൊണ്ട്, ഓ സ്തോത്രം, വിടുവിച്ചുവെങ്കിൽ നിങ്ങളെയും എന്നെയും എന്റെ ദൈവം വിടുവിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിനെ മഹത്വപ്പെടുത്താം. ഓ സ്തോത്രം, സ്തോത്രം. നമുക്ക് എത്രയോ നാം തകർന്നു പോയി, ഇനി നമുക്ക് ജീവിതമില്ല, ഇനി നമുക്ക് മുൻപോട്ടുള്ള ഒരു പാതകളും തുറക്കയില്ല, എല്ലാ വഴികളും അടഞ്ഞു എന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ദൈവം, നിങ്ങളോടും എന്നോടും കൂടെയുള്ള ദൈവം, അവരെക്കാട്ടിലും നമ്മളിലുള്ള ദൈവം വലിയവനാണ്. ആ വലിയ ദൈവം നമ്മോട് കരുണ കാണിച്ചില്ല എങ്കിൽ, കൃപ കാണിച്ചില്ല എങ്കിൽ, ഇന്ന് നമുക്ക് ഈ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരുമിച്ച് ആരാധിക്കുവാൻ കഴിയുകയില്ല. ആ ദൈവത്തെ നാം മറന്നു കളയരുത്. അവൻ മാറാത്തവനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്, മാറ്റം വരാത്ത ദൈവമാണ്. അവന്റെ വാക്ക് ഊവ ഊവ എന്നും ഇല്ല ഇല്ല എന്നുമാണ് ദൈവവചനം പറയുന്നത്. അവൻ വാക്ക് പറഞ്ഞാൽ അതെ, അത് സംഭവിക്കും. അവൻ കള്ളം പറയുന്ന ദൈവമല്ല, ആരെയും കള്ളം പറയിപ്പിക്കുകയുമില്ല. ആ ദൈവത്തെ, ആ സത്യ ദൈവത്തെ നാം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്ന് സ്തോത്രം മുൻപോട്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ അവൻ കർത്താവിന്റെ കൃപയാൽ നമ്മെ താങ്ങുമെന്ന് ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളെ ഞാൻ ഉറപ്പിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു. നിങ്ങൾ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ എത്ര തകർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നു, നിങ്ങൾ ഇന്നലകൾ ഉള്ള തകർച്ചകളല്ല നോക്കേണ്ടത്, ഇനി നാളെയുള്ള സ്തോത്രം അനുഗ്രഹവും കൃപയും വിടുതലും നോക്കിയാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്. നിങ്ങളെ തകർത്ത് കളയാമെന്ന് be it everyone, be it everyone, be it anyone, സ്തോത്രം, ഏതുമാകട്ടെ, ആരുമാകട്ടെ, സ്തോത്രം, ആരൊക്കെ ആകട്ടെ, നിങ്ങൾക്ക് പ്രതികൂലമായി ശത്രു എഴുന്നേൽപ്പിക്കുന്നത്, അവരെ നിങ്ങൾക്ക് അനുകൂലമായി മാറ്റി തീർക്കുന്ന ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ് നിങ്ങളോട് കൂടെയുള്ളത്, എന്നോട് കൂടെയുള്ളത്. ആ ദൈവത്തെ നാം മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യാം. നമ്മുടെ ജീവിതം സ്തോത്രം വിജയകരമായി തീരും. സ്തോത്രം, നമുക്ക് ജീവിതം സമാധാനത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, ജയഘോഷമാക്കി, സ്തോത്രം, ഒരു വലിയൊരു ആഘോഷമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം ഈ നാളുകളിൽ നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു. എനിക്ക് സമയം അനുവദിച്ചു തന്ന ദൈവദാസന് ഈ എന്റെ വചനം, കർത്താവ് തന്ന ആ വചനത്തെ സ്തോത്രം വിളമ്പുവാൻ തക്കണം കർത്താവ് എന്നെ സഹായിച്ചു. അതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ജനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സ്ഥാനത്ത് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ആമേൻ.